ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് എങ്ങനെ കൂട്ടാമെന്നുള്ള ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ. ടിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മയാണ് എനിക്ക് ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നത്. ടിപ്പ് എന്ന് പറയുമ്പോൾ ടിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഞാനിത്. അപ്പോൾ എനിക്ക് അമ്മൂമ്മയായിട്ട് ഇത് പറഞ്ഞു തന്നത് ഈ ഒരു റെസിപ്പിയാട്ടോ. ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് 2 ദിവസത്തിനുള്ളിൽ എങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാമെന്നുള്ള ഒരിതാട്ടോ. അപ്പോൾ നമുക്ക് ആ റെസിപ്പി എന്താണെന്ന് പരിചയപ്പെടണ്ടേ. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് റെക്കമെൻഡ് ചെയ്യുക ഈ ഒരു വീഡിയോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഗ്നൻ്റായ അമ്മമാരുണ്ടെങ്കിൽ, പ്രഗ്നൻ്റ് ആയവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. നിങ്ങൾക്ക് ഡെലിവറിക്ക് ശേഷം നിങ്ങൾ ഈ ഒരു ഞാൻ ഈ പറയുന്ന മെത്തേഡ് നിങ്ങൾ അതുപോലെ തന്നെ അനുസരിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ, ഡെലിവറി കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കിട്ടുകയും അതുപോലെ തന്നെ കുഞ്ഞിക്ക് നന്നായിട്ട് പാല് കുടിച്ച് ആസ്വദിക്കാനുള്ള ഒരു സ്റ്റേജ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആ ഒരു വിഭവം എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റെസിപ്പി വന്നിട്ട് നമ്മളുടെ ചോറാണ്. ചോറ് കഞ്ഞി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തലേ ദിവസം ബാക്കി വന്ന നമ്മളുടെ ചോറ്, റേഷനേക്കാളും ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് നമ്മളുടെ മട്ട അരി, അതുപോലെ തന്നെ അങ്ങനെയുള്ള അരികളാട്ടോ. കുറച്ച് വേവ് കൂടുതലുള്ള അരികളാണ് എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ ആ അരി നമ്മൾ തലേ ദിവസം ബാക്കി വരുന്ന ചോറിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര ഒരു 2 കൈയിലാ മറ്റോ 2 തവി ചോറെടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക. അത് രാവിലെ എടുത്ത് വെക്കുക. എന്നിട്ട് കുറച്ച് തണുപ്പ് പോയപ്പാട് നമ്മൾ എന്ത് ചെയ്യുക, ഇളനീര് വരുമ്പോൾ ഒരു തേങ്ങേൻ്റെ ഒരു പാകമായ ഇളനീര്, അല്ലെങ്കിൽ ഇളനീരില്ലെങ്കിലും നിങ്ങൾക്ക് തേങ്ങ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 2 തവി ചോറെങ്കിൽ നമുക്ക് 1 തവീൻ്റെ അത്ര തന്നെ തേങ്ങ എടുത്താലും കുഴപ്പമില്ല. തേങ്ങ എടുക്കുക. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ആ ചെറിയ ഉള്ളി എടുത്തിട്ട് നമ്മളുടെ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചിരകി വെച്ച തേങ്ങയും ഈ കഞ്ഞിയും നമ്മളുടെ ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ല ചൂടല്ല, നമുക്ക് ആവശ്യത്തിനുള്ള, നമുക്ക് നല്ല ചൂട് വേണ്ടവർക്ക് നല്ല ചൂട് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് മീഡിയം ചൂട് മതി. അപ്പം മീഡിയം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഞവടി കൊടുക്കുക. ഞവടി കൊടുത്തിട്ട് അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട്, നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് രാവിലെ എണീച്ചിട്ട് പല്ലെല്ലാം തേക്കുന്നില്ല, ആ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കഞ്ഞി കുടിക്കുക. കഞ്ഞി കുടിച്ചിട്ട് നിങ്ങൾക്ക് 2ാമത്തെ ദിവസം തന്നെ ബ്രസ്റ്റ് മിൽക്ക് കിട്ടും, നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതെൻ്റെ എൻ്റെ അമ്മൂമ്മ പറഞ്ഞ ഒരു ടിപ്പാണ്. ആദ്യമെല്ലാം ഞാൻ വിചാരിച്ചു ഇത് കുടിക്കണോ, തടിയെല്ലാം കൂടൂലേ, അതൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അമ്മൂമ്മയെല്ലാം പറയുന്നതല്ലേ, പണ്ട് അവരതെല്ലാം കഴിച്ചുകൊണ്ടായിരിക്കില്ലേ, അവർക്കും നല്ല ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടല്ല അവരങ്ങനെ പറയുന്നത്. എന്നിട്ട് ഞാൻ അമ്മൂമ്മ പറഞ്ഞതുപോലെ തന്നെ കേട്ടു. അപ്പോൾ 2 ദിവസം ഞാൻ കഴിച്ചതേ ഉള്ളൂ. 2ാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അതിൻ്റെ റിസൾട്ട് അറിയുന്നത്. എനിക്ക് ശരിക്കും നന്നായിട്ട് പാലുണ്ടായിരുന്നു. കുഞ്ഞുവാവക്ക് അതുകൊണ്ട് നന്നായിട്ട് നല്ല ആസ്വദിച്ച് കുടിക്കാൻ പറ്റി. പിന്നെ കവിഞ്ഞൊഴുകാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാല് നിറഞ്ഞതുകൊണ്ട് കവിഞ്ഞൊഴുകാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാല് എന്തായാലും കിട്ടും. പിന്നെ ഞാൻ മാമോലാക്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. മാമോലാക്ട് പിന്നെ അത് വെറുതെ കളയണ്ടേന്ന് വെച്ചിട്ട് അതും കുടിച്ചു. മാമോലാക്ട് എന്ന് പറഞ്ഞതും നല്ലതാണ് കേട്ടോ. എൻ്റെ അനിയത്തി അതൊക്കെ കുടിച്ചിട്ടുണ്ടായിന്. മാമോലാക്ട് ഞാനും കുടിച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാൻ കുടിച്ചതിനാൽ അത് വാങ്ങി വെച്ചത് കൊണ്ട് ഞാനും ഇതുപോലെ തന്നെയാണ്. പാലില്ലാത്തതുകൊണ്ട് ആദ്യത്തെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യ ദിവസം തന്നെ. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു മാമോലാക്ട് വാങ്ങണം. അങ്ങനെ വാങ്ങിയിട്ട് അതും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് 2ാമത്തെ പ്രഗ്നൻസിയിൽ ഞാൻ മാമോലാക്ട് കുടിച്ചിട്ടേ ഇല്ല. ശരിക്കും ഈ കഞ്ഞിയാണ് കുടിച്ചത്. തടി വെക്കുമെന്ന് പേടിയില്ലവർ. അവർക്കൊരു ഇതാണ് എന്താ വെച്ചാൽ തടി തീരെ വെക്കില്ല. തടി വെച്ചാലും ആ ഒരു പ്രഗ്നൻസി, ആ ഒരു ടൈം കഴിയുന്നവരെ കുട്ടി ഒരു പാലെല്ലാം കുടിച്ചിട്ട് ഒരു 8-9 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ലെവലിലെത്തും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഈ അമ്മൂമ്മയുടെ ഈ ഒരു കഞ്ഞിയും ചെറിയുള്ളിയും അതുപോലെ തന്നെ ഉപ്പും തേങ്ങയും കൂട്ടിയിട്ടുള്ള ഈ കഞ്ഞിയാണ് മെയിനായിട്ട് നിങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് കുടിക്കേണ്ടത്. കുടിച്ചാൽ ഉറപ്പായിട്ടും 100%, നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കവിഞ്ഞൊഴുകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ടിപ്പായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.